ചിറ്റാരിപ്പറമ്പ് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ തീർത്ഥാടകർക്കുള്ള ഭക്ഷണ വിശ്രമ കേന്ദ്രം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്തരമൊരു ഭക്ഷണ വിശ്രമ കേന്ദ്രം ആരംഭിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കാരണം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി കേരളത്തിലും വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി മുതലെടുപ്പ് നടത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുകയാണ്. അത് ദൈനംദിനമെന്നോളം ശക്തിപ്പെട്ടു വരികയാണ്. നമ്മുടെ വിശ്വാസവും ആചാരവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണശീലവും എല്ലാം കാവ്യവൽക്കരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഈ ജില്ലക്കാരാണ്, നമ്മളെല്ലാം കൊട്ടിയൂരിൽ തീർത്ഥാടനത്തിനായി പോകുന്നവരാണ്, എല്ലാ വർഷവും പോകുന്നവരാണ്. നമ്മളെല്ലാം പോകുന്ന വഴിയിൽ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞ ചില ദൃശ്യങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ മൊത്ത കച്ചവടക്കാരാണ് ഞങ്ങൾ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ബിംബങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഉപയോഗിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ സജീവമാണ്. മെയ് 23 മുതൽ ജൂൺ 13 വരെയാണ് കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ചിറ്റാരിപ്പറമ്പ് പൂവത്തിൻകീഴിൽ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത്. മെയ് 23 രാവിലെ 10:30 ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ, വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ, കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ, ടി പവിത്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. കഴിഞ്ഞ ഉത്സവകാലത്തും 24 ദിവസം തീർത്ഥാടകർക്കായി ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കിയിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഭക്തജനങ്ങൾക്കായി ഭക്ഷണ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നതെന്ന് സംഘാടകരായ കെ ദിവാകരൻ മാസ്റ്റർ, എൻ വിജയൻ, ചന്ദ്രൻ വട്ടോളി, കെ ജയപ്രകാശ് എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ വിശ്രമ കേന്ദ്രത്തിന്റെ വിഭവ സമാഹരണം ഇന്നലെ ഞങ്ങൾ ആരംഭിച്ചു. 2 മേഖലയായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഈ വിഭവ ശേഖരണ പരിപാടി നടത്തിയത്. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്നും 5 വിറക് വീതം സമാഹരിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ 15 വാർഡുകളിൽ നിന്ന് ഓരോ വീടിന്റെ അടുക്കളയിൽ നിന്നും കുറച്ച് വിറക്, കുറച്ച് തേങ്ങ അങ്ങനെ ശേഖരിച്ചാണ് ഞങ്ങൾ ഇന്നലെ നമ്മുടെ കേന്ദ്രത്തിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ഓരോ വീടുകളിലും ഇതിന്റെ സന്ദേശം എത്തുന്നു എന്നതാണ്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ.